പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമുഖത്തെ കാണുവാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയ വചനം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം. ആ വാക്യത്തിൽ കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്ന വളരെ വിലപ്പെട്ടതായ ഒരു വാചകമാണ്. നമുക്കൊന്ന് വായിക്കാം. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ്, ഹി വാസ് എ ബേണിംഗ് ആൻഡ് എ ഷൈനിങ് ലൈറ്റ് and ye were willing for a season to rejoice in his light. അല്പകാലത്തേക്ക് പ്രകാശിച്ചു നിൽക്കുന്നതായ ആ പ്രകാശത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു നിൽക്കുന്നതായ, ആഗ്രഹിച്ചു നിൽക്കുന്നതായ ജനങ്ങളോട് കർത്താവ് പറഞ്ഞതായ വാക്യമാണ്. യോഹന്നാൻ സ്നാപകൻ ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. ആ വിളക്ക് എങ്ങനെ പ്രകാശിച്ചു എന്നും എന്തിനു വേണ്ടി പ്രകാശിച്ചു എന്നും നിങ്ങൾക്കറിയില്ല. പക്ഷെങ്കിൽ തന്നിൽ കൂടെ പ്രകാശിച്ചതായ അല്പകാലത്തേക്ക് ദൈവം നിയമിച്ച ആ പ്രകാശത്തിങ്കൽ നിങ്ങൾ ഉല്ലസിക്കുവാൻ താല്പര്യപ്പെട്ടു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ എ സീസൺ. എന്താണ് ഈ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 2-3 മാസം കൂടി ഒരു വർഷത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ 3 സീസണായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് വേനൽക്കാലം, വർഷകാലം, മഞ്ഞുകാലം. അതിന് ഇംഗ്ലീഷിൽ വരുമ്പോൾ വേനൽക്കാലത്തിനും മഞ്ഞുകാലത്തിനും ഇടയിൽ ഒരു സീസൺ കൂടെ വരും, ഓട്ടം സീസൺ. ഈ 3-4 സീസണിൽ ആശ്രയിച്ചും കൊണ്ട് ഫലം കായ്ക്കുന്ന അനേക വൃക്ഷങ്ങളുണ്ട്. ഒരു വൃക്ഷം ഫലം കൊടുക്കുന്ന കാലാവധിയെയാണ് സീസൺ എന്ന് പറയുന്നത്. ചില വൃക്ഷങ്ങൾ മഞ്ഞുകാലത്തിലും, ചില വൃക്ഷങ്ങൾ വേനൽക്കാലത്തിലും, ചില വൃക്ഷങ്ങൾ വർഷകാലത്തിലും ഓട്ടം കാലങ്ങളിലുമൊക്കെ ഫലം കൊടുക്കുന്നു. ആ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ആ കാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇങ്ങനെ സീസണിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായ ഒരു സന്തോഷത്തിൻ്റെ മധ്യത്തിൽ, അതിലാശ്രയിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഒരു പുതിയ സന്തോഷത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എക്കാലവും നിലനിൽക്കുന്നതായ ഒരു സന്തോഷം, അത് യേശുവിൽ കൂടെ കിട്ടുന്നതായ നിത്യജീവന് മാത്രമേ അങ്ങനെയുള്ളൊരു സന്തോഷം കൊടുക്കുവാൻ കഴിയൂ എന്ന് ജനങ്ങളോട് കർത്താവ് ഉപദേശിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും we are willing to rejoice for a season. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതായ ഒരു ഫലം കൊടുക്കുന്ന കാലങ്ങളിലേക്ക് മാത്രം സന്തോഷം നിൽക്കുന്ന ഒരു മോമെൻ്ററി ഫെയ്ത്ത്, മോമെൻ്ററി ട്രസ്റ്റ്, മോമെൻ്ററി റിപ്പൻറ്റൻസ്, താൽക്കാലികമായിട്ടുള്ളതായ ഒരു മാനസാന്തരവും താൽക്കാലികമായിട്ടുള്ളതായ ഒരു വിശ്വാസവും പ്രത്യാശയും ഒക്കെ മനുഷ്യനിൽ സർവ്വസാധാരണമാണ്. എന്നാൽ യേശുവിൽ കൂടെയുള്ളതായ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അത് അങ്കുരിക്കും, അത് വളർത്തും. അത് നമ്മെ പിതാവിൻ്റെ വചനമായി ക്രിസ്തുവിൽ നിന്ന് കേൾക്കുന്ന വചനം നാം ഉൾക്കൊള്ളുമ്പോൾ, അവനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് നാം അംഗീകരിക്കുമ്പോൾ, ആ അംഗീകാരം നമ്മെ നിത്യജീവൻ്റെ ഉറവുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു മോമെൻ്ററി ഫെയ്ത്ത് അല്ല, ഒരു താൽക്കാലിക സീസണൽ റിജോയ്സിങ് അല്ല, റിജോയ്സിങ് ഫോർ ഓൾവേസ്, എല്ലായ്പ്പോഴും ഉള്ളതായ ഒരു സന്തോഷം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ. ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുമോ? കഴിയും. എപ്പോൾ? ക്രിസ്തുവിലുള്ളതായ നിത്യജീവൻ അവകാശികളായി തീരുമ്പോൾ അവൻ്റെ സന്തോഷം ഒരു താൽക്കാലികമായ സന്തോഷമല്ല, അല്ലെങ്കിൽ ഒരു വിഷയങ്ങളോട് അനുബന്ധിച്ചുള്ളതായ സന്തോഷമല്ല. അവനിൽ അതിൻ്റെ അങ്ങേപ്പുറം എപ്പോഴും സന്തോഷിക്കുവാൻ മാത്രമേ അവൻ്റെ മുൻപിൽ വകയുള്ളൂ. ഏതൊരു അസന്തോഷത്തിൻ്റെ മുഖാന്തരങ്ങൾ
അവൻ്റെ ജീവിതത്തിൽ വന്നുപെട്ടിരുന്നാലും ശരി, അതിനു മുൻപിൽ അവൻ ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകുന്നതായ നിത്യജീവന്റെ ഉറവുകളിലേക്കുള്ളതായ സന്തോഷം അവൻ്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അവൻ്റെ മുൻപിൽ പോരാടുന്നതായ ആ സന്തോഷത്തെ, അവൻ്റെ സന്തോഷത്തെ കെടുത്തുന്നതായ സകല മുഖാന്തരങ്ങളെയും ആ ക്രിസ്തുവിലുള്ളതായ സ്നേഹം പരിഹരിക്കും, അത് തോൽപ്പിക്കും, അവന് ജയം കൊടുക്കും. കർത്താവ് ജനങ്ങളെ എപ്പോഴും സന്തോഷമുള്ളവരായി കാണുവാൻ ആഗ്രഹിച്ചു. അത് കർത്താവിൻ്റെ മാത്രം വ്യക്തിപരമായ ഒരാഗ്രഹമല്ല. യേശു പറയുന്നത്, ഞാൻ വ്യക്തിപരമായി എൻ്റെ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകളിലൊക്കെയും നീതിയുണ്ട്. എന്നാൽ നിങ്ങളിൽ അതൊരു നിത്യസന്തോഷമുളവാക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സീസൺ റിജോയ്സിങ്, അതായത് അല്പകാലത്തേക്ക് അല്പസമയത്തേക്ക് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, ഒരു ഫലത്തിന് വേണ്ടി, ഒരു നാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളുടെ ആ സഫലീകരണത്തിന് വേണ്ടിയുള്ളതായ ഒരു സന്തോഷവും ഒരു റിജോയ്സിങ്ങും, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസും ഒരു റിപ്പൻറ്റൻസും ഒരു മനസാന്തരവുമല്ല. അതിനങ്ങേപ്പുറത്ത് നമുക്ക് ക്രിസ്തുയേശുവിൽ നിന്ന് നിത്യമായി ഒഴുകുന്നതായ, നമ്മളിൽ നിന്ന് ഒഴുകുന്നതായ ആ നിത്യജീവന്റെ ഉറവകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ സകല സീസണിലും സന്തോഷിക്കുന്ന ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നാം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് മാത്രം ക്രിസ്തുയേശു നമ്മുടെ സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചും ശിഷ്യന്മാരിൽ ചിലർ യോഹന്നാൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. കാരണം ഉപദേശം അത്രയ്ക്കും കഠിനമല്ല. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെങ്കിൽ നിത്യജീവന്റെ പടിയിലേക്ക് വരുമ്പോൾ ഉപദേശം കഠിനമാകുന്നു, നിർദ്ദേശങ്ങൾ പലതും ഇളവില്ലാത്തതാകുന്നു, കൽപ്പനകൾ പലതും നിർദ്ദിഷ്ടമായതും മാറ്റമില്ലാത്തതുമാകുന്നു. എന്നാൽ അതിൽ കൂടെ ഒരു നിത്യമായ സന്തോഷമുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ അല്പസമയത്തേക്ക് പ്രകാശിക്കുന്ന വെളിച്ചത്തിൽ മാത്രം ഉല്ലസിക്കുന്നവരായി തീരരുത്. ആ പ്രകാശമൊക്കെയും എന്നിലേക്ക് വഴികാട്ടുന്നതിനുള്ളതായ പ്രകാശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സ് വരുമെങ്കിൽ നിങ്ങൾ നിത്യജീവന്റെ ഉറവിലേക്ക് കടന്നു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു, എരിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. എന്താണെന്നറിയാമോ? ആ വിളക്ക് പ്രകാശിക്കുവാൻ ഒരു കാരണമുണ്ട്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ട് അവനിൽ നിന്ന് പ്രകാശം ഉദിച്ചു. ആ പ്രകാശത്തിനൊരു ഉദ്ദേശമുണ്ട്. മാനസാന്തരത്തിനൊരു ഡിനോട്ടേഷനുണ്ട്. ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതായ ഒരു വ്യവസ്ഥയുണ്ട്. ആരെയാണെന്നറിയാമോ? നിത്യജീവന് സാക്ഷിയായി നമ്മളിലുള്ളതായ മാനസാന്തരം വഴിമാറണം, വഴിത്തിരിയണം, അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കണം, ആ നിത്യജീവന്റെ ഉറവുകളിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ ദർശനവും വെളിപ്പാടും നമ്മുടെ ഹൃദയത്തിൽ വരണം, നമ്മുടെ ഭവനത്തിൽ വരണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരണം. മോമെന്ററി ഫെയ്ത്ത് അല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതായ വിശ്വാസമല്ല, താൽക്കാലികമായിട്ടുള്ളതായ സന്തോഷമല്ല, എപ്പോഴും സന്തോഷിക്കുന്നതായൊരു സന്തോഷം. സകല പ്രതികൂലതയിലും ക്രിസ്തുയേശുവിലെ തികഞ്ഞ പ്രത്യാശയോടെയുള്ളതായ സന്തോഷം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ ഇതാ നമ്മുടെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെ തീനാളങ്ങൾ എരിയുവാൻ തുടങ്ങും. അവിടെ വലിയൊരു പ്രകാശം, ഒരിക്കലും കെട്ടുപോകാത്തതായ സമാഗമന കൂടാരത്തിലെ വിളക്കുകൾ ഒരിക്കലും കെട്ടുപോകാത്ത വിളക്കായി പ്രവാചകനിൽ നിലനിർത്തണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും കെട്ടുപോകാത്തതായ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിലും തീനാളങ്ങൾ ജ്വലിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അനേക സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിച്ചതെല്ലാം സീസണിലേക്ക് മാത്രമായിരുന്നു. എന്നാൽ ഒരു സീസണിലേക്കല്ല, സകല സീസണിലേക്കും സകല കാലാവസ്ഥകളിലേക്കും സന്തോഷിക്കുന്ന സന്തോഷം ഇന്ന് നിന്നെ തേടി, നിന്റെ കുഞ്ഞുങ്ങളെ തേടി, നിന്റെ ഭവനത്തെ തേടി വരുമ്പോൾ സകല പ്രഭാതത്തിലും സായാഹ്നത്തിലും ഈ ക്രിസ്തീയ സന്തോഷം, ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. എപ്പോഴും സന്തോഷിക്കുന്ന ഭവനമായി നിന്റെ ഭവനാന്തരീക്ഷം മാറും. ഗോഡ് ബ്ലെസ് യു.